അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാം ഇവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തജ്വീദ്, ലിസാൻ എന്നീ വിഷയത്തിലെ ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ശരി അടയാളപ്പെടുത്താം എന്നുള്ളതാണ്. അപ്പോൾ അതിലൊന്നാമത്തെ നോക്കാം. സജദയുടെ ആയത്തുകൾ. ഇവിടെ ഇങ്ങനെ കോളത്തിൽ രണ്ട് കളിയിലായിട്ട് ഇങ്ങനെ ആൻസർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കോളത്തിൽ 10 എന്നുണ്ട്, രണ്ടാമത്തെ കോളത്തിൽ 14 എന്നുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? സജദയുടെ ആയത്തുകൾ എത്രയാണ്? ആൻസർ 14 എന്നാണ്. അപ്പോൾ 14 നേരെ ടിക്കറ്റ് കൊടുക്കുക. 2 കോഫ്. അപ്പോൾ കോഫ് എന്നുള്ളിടത്ത് നിർത്തരുതോ എന്നുണ്ട്, നിർത്താം എന്ന് അഭിപ്രായമുണ്ട്. അപ്പോൾ അവിടെ ഏതാണ് ആൻസർ? നിർത്താം എന്ന് അഭിപ്രായമുണ്ട് എന്നാണ് കേട്ടോ. 3 അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖുർആൻ ഒരുമിച്ച് കൂട്ടി ഖുർആൻ പകർത്തി എഴുതി എന്നുണ്ട്. അപ്പോൾ ഏതാണ് ആൻസർ? അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖുർആൻ ഒരുമിച്ച് കൂട്ടി എന്നാണ്. 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫി അഹ്സനി തഖ്വീം എന്നാണ്. അപ്പോൾ അവിടെ 2 ആൻസർ കൊടുത്തിട്ടുണ്ട്. ഹംസത്തുൽ വസീലും ഹംസത്തുൽ ഖത്ഇ എന്നാണ്. അപ്പോൾ ശരിയായ ഉത്തരം ഏതാണ്? ഹംസത്തുൽ ഖത്ഇ എന്നാണ്. ഏതാണ്? ഹംസത്തുൽ ഖത്ഇ. അതിൻ്റെ നേരെ ടിക്കറ്റ് കൊടുക്കാം. 5 തോയിൻ്റെ നേരെ എന്താണ്? വഖഫ് ചെയ്യലാണ് നല്ലത്, ചേർത്തി ഓതലാണ് നല്ലത്. അപ്പോൾ ഏതാണ് ആൻസർ? വഖഫ് ചെയ്യലാണ് നല്ലത്. ഇനി 2ാമത്തേത് നോക്കാം. യോജിപ്പിക്കാം എന്നാണ്. അപ്പോൾ ഇങ്ങനെ ബ്രാക്കറ്റിൽ കുറച്ച് ആൻസർ കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. അൽ വസ്ലു, ഇത്ബാക്ക്, അൽ ലൊമീർ, നീട്ടണം, കിള എന്നാണ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. 1 ലഹുൽ മുൽക്കു എന്നതിലെ ഹാഹ്. അവിടെ ലഹുവിൽ ഒരു ഹാഹ് കിടക്കുന്നുണ്ട്. ലഹുൽ മുൽക്കു എന്നതിലെ ഹാ അത് ഏതാണ്? ഉത്തരം എന്താണ്? ലൊമീറാണ്. ഉത്തരം എന്താണ്? ലൊമീർ. ഇനി 2ാമത്തെ നോക്കാം. മൽ കാര്യത്തു എന്നതിലെ ഹംസ. അവിടെ അതാ മൽ കാര്യ, അതിൽ ഹംസ ഉണ്ട്. അത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഏതാണ്? അൽ വസ്ലു എന്നാണ്. 3 നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കുമായി ചേരൽ. നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കുമായി ചേരൽ എന്താണ്? ഇത്തുബാക്ക്. ഏതാണ്? ഇത്തുബാക്ക്. 4 വഖഫ് ചെയ്യലാണ് ഏറ്റവും നല്ലത്. എവിടെയാണ്? വഖഫ് ചെയ്യലാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതിലേതാണ് ആൻസർ? ഖില. അവിടെ വഖഫ് ചെയ്യലാണ് ഏറ്റവും നല്ലത്. 5 വബി യസ്തഅ്ജിലൂന എന്നതിലെ ഹാഹ്. അപ്പോൾ ഏതാണ്? വബി യസ്തഅ്ജിലൂന എന്നതിലെ ഹാഹ് നീട്ടണം എന്നാണ്. ഏതാണ്? നീട്ടണം എന്നാണ് അവിടുത്തെ ആൻസർ. ഇനി 3ാമത്തത് നോക്കാം. യോജിച്ചവ ചേർക്കാം. 3ാം കോളത്തിൽ നിന്ന് യോജിച്ചവയുടെ നമ്പർ 2ാം കോളത്തിൽ എഴുതാം. ഇവിടെ ഇങ്ങനെ 3 കോളം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തിലും 3ാമത്തെ കോളത്തിലും ആണ് അവിടെ ചോദ്യം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നടുവത്തെ കോളം അവിടെ ഒഴിച്ചിട്ടിട്ടാണുള്ളത്. അപ്പോൾ 3ാം കോളത്തിൽ നിന്ന് യോജിച്ചവയുടെ നമ്പർ 2ാം കോളത്തിൽ എഴുതാം. അപ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. അൽ ഖുറാഉൽ അഷ്റ. അപ്പോൾ അതിനോട് മാച്ചായിട്ടുള്ളത് ഏതാണ്? ഹംസത്തുൽ കൂഫി എന്ന് കൊടുത്തിട്ടുണ്ട്. പൊളിഞ്ഞ വീട് പോലെ പരലോക ചിന്ത വർദ്ധിപ്പിക്കും. ഇവരുടെ ഖിറാഅത്തിനോട് യോജിക്കാത്ത ഖുർആൻ പാരായണം പാടില്ല. നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാർ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അൽ ഖുറാഉൽ അഷ്റ ഏതാണ്? ഉത്തരം ഇവരുടെ ഖിറാഅത്തിനോട് യോജിക്കാത്ത ഖുർആൻ പാരായണം പാടില്ല. ഇനി 2ാമത്തേത് നോക്കാം. ഖുർആൻ പാരായണം എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനോട് യോജിച്ചത് ഏതാണ്? പരലോക ചിന്ത വർദ്ധിപ്പിക്കും. ഉത്തരം എന്താണ്? പരലോക ചിന്ത വർദ്ധിപ്പിക്കും. ഇനി 3 ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർ. ഖുർആൻ പഠിക്കുകയും ചെയ്യുന്നവർ എന്താണ്? ഏതാണ്? നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാർ. ഉത്തരം എന്താണ്? നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാർ. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഖുർആൻ പാരായണ രീതി പഠിപ്പിച്ചു. ഖുർആൻ പാരായണ രീതി പഠിപ്പിച്ചത് ആരാണ്? അപ്പോൾ ഉത്തരം ഹംസത്തുൽ കൂഫി. ഏതാണ്? ഹംസത്തുൽ കൂഫി. 5 അല്പമെങ്കിലും ഖുർആൻ മനപ്പാടമില്ലാത്ത ഹൃദയം. ചോദ്യം എന്താണ്? അല്പമെങ്കിലും ഖുർആൻ മനപ്പാടമില്ലാത്ത ഹൃദയം പൊളിഞ്ഞ വീട് പോലെയാണ്. ഉത്തരം എന്താണ്? പൊളിഞ്ഞ വീട് പോലെയാണ്. ഇനി 4ാമത്തേത് നോക്കാം. 4ാമത്തേത് പൂരിപ്പിക്കാം എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഒരു ആയത്ത് കൊടുത്തു തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം. സജദ വജിഹില്ലദി ഡാഷ് വ ഡാഷ് വ ഷക്ക ഡാഷ് വ ഡാഷ് ബി അഹ്ലിഹി വ ഡാഷ് ഫതബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്നാണ്.
അപ്പോൾ അവിടെ എങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടത്? അപ്പോൾ ഉത്തരം എന്താണ്? സജദ വജിഹല്ലദി ഖലഖഹു വസവ്വറഹു വശക്ക സംഅഹു വബസറഹു ബിഔലിഹി വഖുവതി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്നാണ് കേട്ടോ. ഇനി അഞ്ചാമത്തേത് നോക്കാം. നുമയ്യിറുൽ മാലി വൽ മുലാരി മിനൽ അഫ്ആലിൽ ആതിയ. ഇവിടെ ബ്രാക്കറ്റിൽ കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട്, അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. യൽബസു, കോല, ദഹല, യക്തുബു, ഷെരിബ, എർഹമു. അപ്പോൾ ഇവിടെ രണ്ട് കോളത്തിൽ ഇങ്ങനെ തന്നിട്ടുണ്ട്. ഒന്ന് അൽ ഫേലു മാലി, അൽ ഫീലു മുലാരി. ഇവിടെ വേർതിരിച്ച് എഴുതാനാണ്. ഫീലു മാലി ഏതാണെന്നും ഫീലു മുലാരിന്ന് രണ്ടും വേർതിരിച്ച് എഴുതാനാണ്. അപ്പോൾ എൽബസു എന്ന് പറയുന്നത് ഫീലു മാലിയാണോ ഫീലു മുലാരിയാണോ? അപ്പോൾ എൽബസു ഏതാണ്? ഫീലു മുലാരിയാണ്. ഇനി നമുക്ക് കോല നോക്കാം. കാല ഏതാണ്? അത് ഫീലു മാലിയാണ്. പിന്നെ ദഹല അതും ഫീലു മാലിയാണ്. യക്തുബു ആണെങ്കിൽ അൽ ഫീലു മുലാരിയാണ്. ഷെരിബ അതും ഫീലു മാലിയാണ്. എർഹമു അത് ഫീലു മുലാരിയാണ്. ഇനി ആറാമത്തേത് നോക്കാം. നംലഉൽ ഫറാഅ ബിൽ മുനാസിബി. അപ്പോൾ അവിടെ ബ്രാക്കറ്റിലുള്ള വായിച്ചു നോക്കാം. ഖറജ, ഖലറ, യനാമു, യൽഅബു, യജ്ലിസു. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് അത്തിഫ്ലു ഫിൽ മഹദി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? കുട്ടി തൊട്ടിലിൽ. അപ്പോൾ അവിടെ എന്താണ് മാച്ചായത്? യനാമു എന്നാണ്. യനാമു എന്ന് പറഞ്ഞാൽ ഉറങ്ങുന്നു എന്നാണ്. അപ്പോൾ എങ്ങനെയാണ് അർത്ഥം വരിക? കുട്ടി തൊട്ടിലിൽ ഉറങ്ങുന്നു. 2 ഡാഷ് അൽ അബു കബിലൽ ഫജിരി. അൽ അബു കബിലൽ ഫജിരി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് വരുന്നത്? ഉപ്പ പ്രഭാതത്തിന്. അപ്പം അവിടെ എങ്ങനെയാണ് വരുന്നത്? ഹറജൽ അബു കബിലൽ ഫജിരി. അപ്പം അതിൻ്റെ അർത്ഥം എങ്ങനെ വരിക? ഉപ്പ പ്രഭാതത്തിന് പുറപ്പെട്ടു. 3 ഡാഷ് അൽ വലതു അലൽ കുർസി. കുട്ടി കസാരൻ്റെ മേൽ. അപ്പം അവിടെ ഏതാണ് മെച്ചായത്? എജിലിസു എന്നാണ്, ഇരിക്കുന്നു. അപ്പം എങ്ങനെയാണ്? എജിലിസിൽ വലതു അലൽ കുർസി. കുട്ടി കസാരൻ്റെ മേൽ ഇരിക്കുന്നു. 4 ഡാഷ് ഹാമിദും ഫിസ് സൊഫിൽ ഹാമിസ്. അപ്പോൾ അവിടെ എന്താണ് അർത്ഥം വരുന്നത്? ഹാമിദ് 5ാം ക്ലാസ്സിൽ. അപ്പോൾ അവിടെ ഏതാണ് മാച്ചുള്ളത്? ഹലറ എന്നാണ്, ഹാജറായി എന്നാണ്. അപ്പോൾ എങ്ങനെയാണ് വരിക? ഹജറ ഹാമിദും ഫിസ് സൊഫിൽ ഹാമിസ്. അപ്പോൾ അവിടെ എങ്ങനെയാണ് ഉത്തരം വരിക? ഹാമിദ് 5ാം ക്ലാസ്സിൽ ഹാജറായി. 5 ഡാഷ് ഖാലിദും ബിദ്ദുവാമ. അപ്പോൾ അവിടെ എന്താണ് അർത്ഥം വരുന്നത്? ഖാലിദ് പമ്പരം കൊണ്ട്. അപ്പോൾ ഇവിടെ ഏതാണ് മാച്ച്? എൽ അബു എന്നാണ്, കളിക്കുന്നു എന്നാണ്. എൽ അബു പറഞ്ഞാൽ കളിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് വരിക? എൽ അബു ഖാലിദും ബിദ്ദുവാമ. അപ്പോൾ അവിടെ എങ്ങനെയാണ് അർത്ഥം വരിക? ഖാലിദ് പമ്പരം കൊണ്ട് കളിക്കുന്നു. ഇനി 7ാമത്തേത് നോക്കാം. നെഹ്താറു മാ യുനാസിബു വനക്തുബു ഫിൽ ഫറാ. അപ്പോൾ അവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അത്തോലിബാനി ഡാഷ്. അത്തോലിബാനി ഡാഷ്. അപ്പോൾ അവിടെ ഏതാണ് ഉത്തരം വരിക? അങ്ങനെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. എൽ അബു എൽ അബാനി. അപ്പോൾ അവിടെ ഏതാണ്? എൽ അബാനി എന്നാണ്, കളിക്കുന്നു. 2 വിദ്യാർത്ഥികൾ കളിക്കുന്നു. 2 ഡാഷ് എക്രൗൽ ജരീദത്തൻ. അപ്പോൾ അവിടെ ബ്രാക്കറ്റ് 2 ആൻസർ കൊടുത്തിട്ടുണ്ട്. അൽ അബു എന്നും കൊടുത്തിട്ടുണ്ട്, അത്തോലിബാനി എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഏതാണ്? അൽ അബു എന്നാണ്. അൽ അബു യക്രൗൽ ജരീദത്തൻ. പത്രം വായിക്കുന്നു ഉപ്പ പത്രം വായിക്കുന്നു. 3 അദ്ദാരിസാത്തു ഡാഷ് തദ്രീബാത്ത്. അപ്പോൾ അവിടെ ഏതാണ്? യക്തുബൂന എന്നും കൊടുത്തിട്ടുണ്ട്, യക്തുബിന എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഏതാണ്? യക്തുബിന എന്നാണ്. 4 ഇന്ദഹു ഡാഷ് മിലല്ലത്തിൻ. അപ്പോൾ അവിടെ അർബാത്ത് എന്നും കൊടുത്തിട്ടുണ്ട്, അർബാവു എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഏതാണ്? അർബാവു എന്നാണ്. 5 അൽ ബിന്തു ഡാഷ് അദ്ദർസ. അപ്പോൾ അവിടെ ഏതാണ്? ഖറാഅത്ത് എന്നാണ്. എങ്ങനെയാണ്? അവൾ പാഠം വായിച്ചു എന്നാണ്. അപ്പം എങ്ങനെ വരിക? അൽ ബിന്തു ഖറാഅത്തു അദ്ദർസ എന്നാണ്. ഇനി 8ാമത്തേത് നുതർജിമു എന്നാണ്, ആശയം എഴുതാനുള്ളതാണ്. അപ്പം നമുക്ക് വായിച്ചു നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യന് അൽ മുസ്ലിമൂന യസ്ഹബൂന ഇലൽ മസ്ജിദി സ്വലാത്തിൽ ഇഷായി. അപ്പോൾ അവിടെ എങ്ങനെയാണ് ഉത്തരം വരുന്നത്? അപ്പം അതിൻ്റെ അർത്ഥം എങ്ങനെയാണ്? ഇഷായ് നിസ്കാരത്തിന് വേണ്ടി മുസ്ലിമുകൾ പള്ളിയിലേക്ക് പോകുന്നു. എങ്ങനെയാണ്? ഇഷായ് നിസ്കാരത്തിന് വേണ്ടി മുസ്ലിമുകൾ പള്ളിയിലേക്ക് പോകുന്നു. ഇനി 2ാമത്തേത് ആഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മദീനത്തെ അശറ സിനീന. അപ്പോൾ അവിടെ എന്താണ് അർത്ഥം വരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ 10 വർഷം ജീവിച്ചു. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ 10 വർഷം ജീവിച്ചു. 3 ഹൽ ഖറാഅത്തൽ ഖുർആന സബാഹൻ.
അപ്പോൾ അവിടെ എന്താണ് അർത്ഥം വരുന്നത്? നീ രാവിലെ ഖുർആൻ ഓതിയോ? എന്താണ്? നീ രാവിലെ ഖുർആൻ ഓതിയോ? അപ്പോൾ ഇതുവരെയുള്ളൂ ഇന്നത്തേത്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിച്ച് വിജയിക്കണം.